ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി മസാലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ചപ്പാത്തിക്കും ചോറിനും അപ്പത്തിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മീഡിയം സൈസിലുള്ളൊരു തക്കാളി, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാലകൾ ആദ്യം ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിനായിട്ട് 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് ചിക്കൻ മസാല, ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാന് ചൂടാക്കിയിട്ട് അതിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇത് വറുത്തെടുക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ മസാലപ്പൊടി ഇതാ ഇവിടെ വറവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുള്ളത് ആദ്യം തന്നെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മൂത്ത് വരണം, അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ആ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ജസ്റ്റ് ഇതിലൊന്ന് ഈ തക്കാളിയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി ഒന്ന് ജസ്റ്റ് വെന്ത് വന്നാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഈ സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് 2 മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ ഒന്ന് അരിഞ്ഞ് വെച്ച് നുറുക്കിയെടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മസാലയുടെ കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1.5 കപ്പ് 2 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ഒഴിച്ചെടുക്കേണ്ടത്. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം 2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് മൊത്തത്തിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നേരം കൂടെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം.
ഇപ്പോൾ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഒന്നോ രണ്ടോ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് ഈ ഒരു തവി വെച്ചിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. എന്നാലും ഒന്നും കൂടി ഒന്ന് തിക്കായി കിട്ടും. ഇനി നമുക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് തിക്കായി കിട്ടും. അപ്പോൾ ദാ ചൂടാറി കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഒന്ന് നല്ലൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ദാ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇറച്ചിക്കറിയുടെ അതേ ഒരു ടേസ്റ്റിലുള്ള ഒരു കറിയാണ്. അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടുന്ന കറിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്